ബലപ്പെടുത്തട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ പല ഭാഗങ്ങളിലായി 2-ാം അധ്യായത്തിൽ അതേ പദങ്ങൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കേൾക്കത്തക്ക രീതിയിൽ, നമ്മെ മനസ്സിലാക്കിപ്പിക്കത്തക്ക രീതിയിൽ ചിലത് സംസാരിക്കാനുണ്ട് എന്നാണ് ആ പദത്തിന്റെ, ആ വാക്യത്തിന്റെ അർത്ഥം. സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ ചെവി കൂർപ്പിച്ച് കേൾക്കണമെന്നൊരു ദൂത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വഴി ഇതാകുന്നു, ഇതിൽ തന്നെ നടന്നുകൊള്ളുവീൻ എന്ന് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം, അത് പരിശുദ്ധാത്മാവിനെയാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായതയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തി തന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു എന്ന് ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ശബ്ദത്തിൽ കൂടെ, നിയോഗത്തിൽ കൂടെ ഒക്കെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകാൻ കഴിയും. അതുകൊണ്ടാണ് ആത്മാവിന്റെ ശബ്ദം കേൾക്കണമെന്ന് ദൈവത്തിൽ നമുക്കിപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കുക, അക്ഷരികമായ ദൈവത്തിന്റെ ശബ്ദം കേട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലേ? യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത് വിളക്ക് അണയും വരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ശമൂവേൽ, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ശമൂവേലേ എന്ന് വിളിക്കുന്ന ഹല്ലേലൂയ മൃദുസ്വരം ശബ്ദം ഹല്ലേലൂയ ശമൂവേൽ കേൾക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് ദൈവത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ആയിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പല ശബ്ദങ്ങളുണ്ട്, ശബ്ദ കോലാഹലങ്ങളുണ്ട്, അല്ലെ? മാനുഷികമായ ശബ്ദങ്ങളുണ്ട്, നെഗറ്റീവ്, നമ്മൾ കേട്ടതുപോലെ നെഗറ്റീവ് ശബ്ദങ്ങളുണ്ട്, പോസിറ്റീവ് ശബ്ദങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ദൈവ ശബ്ദം കേൾക്കുക, ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മുടെ ഈ ഹലോക ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായി ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവിടെ ഒരു മനുഷ്യൻ ദൈവശബ്ദം കേൾക്കുന്നു. നീ പുറത്തു വന്ന് പർവ്വതത്തിലെ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. യഹോവ ഇതാ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. കാറ്റിൽ യഹോവയിലായിരുന്നു. ഒരു ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിന് യഹോവയിലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ, തീയിൽ യഹോവയിലായിരുന്നു. തീയിന് ശേഷം ശാമത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ വെളിപ്പെട്ടിറങ്ങുന്ന യഹോവയായ ദൈവത്തെക്കുറിച്ച് പലതവണ നാം ചിന്തിച്ചിട്ടുണ്ട്. സിനായിയുടെ മലമുകളിൽ യഹോവയായ ദൈവം വെളിപ്പെട്ടപ്പോൾ കുന്നുകളെ, കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും നിറച്ചു പോകുന്ന രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം സിനായിയുടെ മലമുകളിൽ വെളിപ്പെടുന്നത് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ഇനിയും ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് ദൈവജനം നിലവിളിക്കുന്ന രീതിയിൽ ആ കാഴ്ച ഭയാനകമായിരുന്നു. മോശ പോലും പേടിച്ചു വിറയ്ക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം സിനായിയുടെ മലയുടെ മുകളിൽ വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വന്നിരുന്നത്, സംസാരിക്കുന്നതിന് മുമ്പ് ദൈവം ഇറങ്ങി വരുന്നത് സാധാരണ രീതിയിലായിരുന്നില്ല. മനുഷ്യന് ഭയമുളവാക്കുന്ന രീതിയിൽ കൊടുങ്കാറ്റായി, ഭൂകമ്പമായി, തീയായി വെളിപ്പെട്ടിറങ്ങിയതിന് ശേഷം മാത്രമാണ് കർത്താവ് സംസാരിച്ചിരുന്നിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഏലിയാവിന്റെ അടുത്ത് ദൈവം സംസാരിക്കുന്നത്, കാറ്റ് വന്നു, കാറ്റിൽ യഹോവയിലായിരുന്നു. തീ വെളിപ്പെട്ടു, തീയിൽ യഹോവയിലായിരുന്നു. ഭൂകമ്പമുണ്ടായി, യഹോവയിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു മൃദുസ്വരം ഉണ്ടായി. കാറ്റിൽ വലിയ കാര്യമില്ല, ഭൂകമ്പത്തിൽ വലിയ കാര്യമില്ല, തീയിൽ വലിയ കാര്യമില്ല, ഇതിനൊന്നും വലിയ കാര്യമില്ലെന്ന് പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ വെളിപ്പെട്ടതിന് ശേഷമേ ഒരു മൃദുസ്വരം വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കണമേ, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം, നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഹല്ലേലൂയ. ഇസബേൽ ഒരു ദൂതനെ അയച്ച് ഏലിയാവിനെ ഭയപ്പെടുത്തുകയാണ്. അവൻ ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ച് ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവരല്ലെന്ന് പറഞ്ഞ് മരിപ്പാൻ ഇച്ഛിച്ച മനുഷ്യന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ കനലിൽ ചുട്ട അടയുമായി ഇറങ്ങി വന്ന് അവനെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഭക്ഷിച്ചതിന് ശേഷം അവൻ വീണ്ടും കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും ദൈവ
വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ച് വീണ്ടും കനലിൽ ചുട്ട അപ്പവും അടയും അവന് കൊടുത്ത് അവനെ ശക്തീകരിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ആ ആഹാരത്തിന്റെ ബലത്തോടുകൂടെ അവൻ 40 രാവും പകലും യാത്ര ചെയ്ത് ഹോരേബ് പർവ്വതത്തോളം, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്നും എഴുതിയിരിക്കുന്നു. നോക്കണമേ, ക്ഷീണിച്ചു പോയവനെ, മരിക്കുവാൻ ആഗ്രഹിച്ചവനെ, ചൂരച്ചെടിയുടെ തണലിൽ ഇരിപ്പാൻ ആഗ്രഹിച്ചവനെ വീണ്ടും സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് അപ്പവും അടയും കൊടുത്ത് എഴുന്നേൽപ്പിച്ചിട്ടും ഹോരേബോളം അതിന്റെ ശക്തിയാൽ നടന്നിട്ടും അവൻ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ക്ഷീണിച്ചു പോയാൽ നമ്മെ ദൈവം തട്ടി ഉണർത്തിയിട്ടുണ്ട്, അല്ലേ? ഉണ്ടോ? ഇന്ന് രാത്രി ഒന്ന് തട്ടി ഉണർത്തണമെന്ന് തോന്നുന്നു. ഒരു ഉറക്കം പോലെ കാണുന്നുണ്ട് എല്ലാവർക്കും. ഹല്ലേലൂയ. ഒരു ക്ഷീണം പോലെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കാൻ, നമ്മുടെ വിലാപ്പുറത്തൊന്ന് സ്പർശിക്കാൻ, ഹല്ലേലൂയ, പത്രോസിന്റെ വിലാപ്പുറത്ത് സ്പർശിച്ചതുപോലെ, ഹല്ലേലൂയ, എലിയാവിന്റെ വിലാപ്പുറത്ത് സ്പർശിച്ചതുപോലെ നമ്മെ ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ വചനം ഒക്കെ ഇടപെട്ടിട്ടും, ഹല്ലേലൂയ, ഇപ്പോഴും ഗുഹയിലായിരിക്കാൻ, മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എലിയാവിന്റെ അടുത്തിറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ, ദൈവം സംസാരിച്ചത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ഇത്രയും ഭക്ഷിച്ചിട്ടും, ഹല്ലേലൂയ, എന്റെ ദൂതനെ അയച്ച് നിന്നെ ബലപ്പെടുത്തിയിട്ടും ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാതെ, ആഹാരത്തിന്റെ ബലം കൊണ്ട് സ്വർഗത്തിൽ ചുട്ട കടലിന്റെ ആ ബലമാണ് നിങ്ങൾ ചിന്തിച്ചേ. ഹല്ലേലൂയ, സാധാരണ കഴിക്കുന്ന ഭക്ഷണം പോലല്ല, ദൂതൻ കൊടുത്തുവിട്ട ഭക്ഷണത്തിന്റെ ബലത്താൽ അവൻ 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഹോരേബോളം നടക്കുവാൻ അവന് പ്രേരണ ദൈവം നൽകിയെങ്കിൽ വീണ്ടും അവൻ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ഇന്നലെ ദൈവിക സ്പർശനം അനുഭവിച്ചിട്ടും ദൈവം എന്നെ തൊട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടും, ഹല്ലേലൂയ, ഇന്നും അതനുസരിച്ച് ഉയരുവാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ പ്രാരംഭമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്നെ പുറത്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആദ്യത്തെ എലിയാവിനോടുള്ള ദൈവത്തിന്റെ ദൂത്, നീ പുറത്ത് വരിക, നിന്റെ കംഫോർട്ട് സോൺ വിട്ടിട്ട്, ഒതുക്കപ്പെടലുകൾ വിട്ടിട്ട്, അടങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ വിട്ടിട്ട് പുറത്ത് വരിക. പുറത്ത് വന്ന് അവൻ നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. ദൈവം അവന്റെ മുമ്പിൽ വെളിപ്പെടുന്നു. ഒരു മൃദുസ്വരമായി വെളിപ്പെട്ടിട്ട് അവനോട് ചോദിക്കുന്ന പദവിതാണ്, ഹല്ലേലൂയ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്പർശനം അനുഭവിച്ചവനെ, ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചവനെ, നിനക്കിവിടെ എന്താ കാര്യം? ഹല്ലേലൂയ, നീ പുറത്ത് വന്ന് എന്റെ മുമ്പിൽ നിൽക്കുക. എലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ എലിയാവിന്റെ പ്രാരംഭം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുമെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ. എലിയാവിന്റെ പ്രാരംഭ സമയങ്ങളിലൊന്നും ഈ പുതപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എലിയാവിന്റെ പുതപ്പിനെ കുറിച്ച് ഈ 19-ാം അധ്യായത്തിന് മുൻപുള്ള ഭാഗങ്ങളൊന്നും നോക്കിയാൽ കാണുന്നില്ല. ഒരു പ്രത്യേകതയും അവിടെ എങ്ങും പുതപ്പിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതായി നാം പഠിക്കുമ്പോൾ കാണുന്നില്ല. 19-ാം അധ്യായത്തിന് ശേഷം, ഹല്ലേലൂയ, ഏലിയാവ് ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ ഒരു പുതപ്പ് കൊണ്ട്, ഹല്ലേലൂയ, എലീശയെ ഒരു പുതപ്പ് കൊണ്ട് വേർപെടുത്തി അത് ശുശ്രൂഷയിലേക്ക് നടത്തുന്നു. പുതപ്പ് കൊണ്ട് യോർദാനെ അടിക്കുന്നു. ഹല്ലേലൂയ, പുതപ്പ് അവന്റെ മേൽ അവൻ ഉയർത്തപ്പെടുമ്പോൾ അഗ്നിമയമായ രഥങ്ങളോടുകൂടെ കുതിരകളോടുകൂടി അവനെ എടുക്കുമ്പോൾ താഴേക്ക് എലീശയിലേക്ക് വീഴുന്നു. അപ്പോൾ ഈ പുതപ്പിനൊരു പ്രത്യേകത ഉണ്ടായി തുടങ്ങുന്നത് 19-ാം അധ്യായത്തിന് ശേഷമാണ്. ഇത് എന്റെ ഒരു കണ്ടെത്തലാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, എന്തായിരിക്കും കാരണം? ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, എന്റെ ഒരു ചിന്ത ഇതാണ്. എലിയാവ് ദൈവം അവനെ സമീപിച്ചപ്പോൾ, പുറത്തേക്ക് ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൻ ചെയ്തത്, അവനിരുന്ന പുതപ്പ് മറച്ചും കൊണ്ട്, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ അടുത്തേക്ക് വന്നു. ഏലിയാവിന്റെ മുഖത്തിനും ദൈവത്തിനും ഇടയിൽ, ഹല്ലേലൂയ, ഒരു മറവായി നിന്നത് ഈ പുതപ്പാണ്. ആ സാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചത് ഈ പുതപ്പാണ്. അന്ന് മുതൽ ഞാൻ ചിന്തിക്കുന്നു, ആ
സംസാരം, പരിശുദ്ധാത്മാവിന്റെ ഒരു ഡയറക്ഷൻ. അടുത്ത രാജാക്കന്മാരെ നീ അഭിഷേകം ചെയ്യുക, അടുത്ത തലമുറയെ പരിശുദ്ധാത്മാവിനോട് വേർതിരിക്കുക. ഇത് യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വന്ന ഒരു പദമാണ്, മൃദുസ്വരമാണ്. അത് ആത്മാവാണ് അവന് കൊടുത്തത്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ദൈവസ്വരോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കും ലഭിക്കേണ്ടത് ഈ ആത്മനിയോഗമാണ്. നമുക്കും ലഭിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിന്റെ മൃദുസ്വരമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലാത്ത, ഞാൻ പദം കഴിഞ്ഞ ദിവസം വായിച്ചു, പരിശുദ്ധാത്മാവില്ലാത്ത ആലയത്തെക്കാൾ നല്ലത് പരിശുദ്ധാത്മാവുള്ള മരുഭൂമിയാകുന്നു എന്ന് ഒരു പദം അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. കാരണം മരുഭൂമിയിലേക്ക് യേശുവിനെ പരിശുദ്ധാത്മാവ് നടത്തി ദേവാലയത്തിൽ സൂക്ഷിച്ചപ്പോൾ അവനെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്ന് ദൈവം അവനെ മരുഭൂമിയിലേക്ക് നടത്തി, അവനെ പരിശുദ്ധാത്മാവിൽ നിറച്ചെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ ആലയത്തിൽ ആത്മസാന്നിധ്യമില്ലെങ്കിൽ ആരാധന വ്യർത്ഥമായി തീരും. ദൈവ ശബ്ദമില്ലെങ്കിൽ, മൃദുസ്വരം വെളിപ്പെടുന്നില്ലെങ്കിൽ, അത് പ്രസംഗിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്ത്, നിന്റെ വായിൽ ദൈവം പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുന്ന മൃദുസ്വരമില്ലെങ്കിൽ ആരാധന വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ആത്മാവ് പറയുന്നത് കേൾക്കുക. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർക്കിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടവർ പരിശുദ്ധാത്മാവിനെ കേൾക്കുക എന്ന ചിന്തനം ചിന്തിച്ചു കഴിഞ്ഞു. അടുത്തത് അറിയുക, പരിശുദ്ധാത്മാവിനെ അറിയുക. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വാസിക്കുന്നു എന്നും അറിയുന്നില്ലോ. കൊരിന്ത്യരോടുള്ള പരിശുദ്ധാത്മാവിനുള്ള അപ്പോസ്തലന്റെ ഉപദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചേ, എത്ര ഭാഗ്യമുള്ളവരാണ്. നമ്മളത് ചിന്തിക്കുന്നില്ലെങ്കിലും പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് അറിയാമോ? സീനായിയുടെ മലമുകളിൽ വെളിപ്പെട്ട ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കന്യകയുടെ ഗർഭപാത്രത്തിൽ ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് വെളിപ്പെട്ട ദൈവം പുതിയ നിയമസഭയിൽ, ഹല്ലേലൂയ, അവന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ കൊടുങ്കാറ്റോടുകൂടെ, തീയോടുകൂടെ, ഭൂകമ്പത്തോടുകൂടെ പഴയ നിയമത്തിൽ ഇറങ്ങി വന്നിരുന്ന യഹോവയായ ദൈവത്തിന്റെ ജീവിക്കുന്ന മന്ദിരമാണ് നമ്മളെന്ന് എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? പഴയ നിയമത്തിൽ, ഹല്ലേലൂയ, സമാഗമന കൂടാരത്തിൽ യഹോവയുടെ പെട്ടകത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരുന്നു. പുരോഹിതന്മാർക്ക് അവിടെ ചെല്ലാൻ കഴിയാതെ ഇരുന്നപ്പോൾ പുതിയ നിയമസഭയിൽ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ സന്തോഷമില്ല നിങ്ങൾക്ക്? സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ കരമടിച്ചൊന്ന് ആരാധിച്ചത്. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അതിനോട് ചേർന്നുള്ള പദം, ദൈവത്തിന്റെ മന്ദിരം വസിപ്പിക്കുന്നവരെ ദൈവം വസിപ്പിക്കും. ഇന്ന് രാത്രിയുടെ യഹോവയുടെ മന്ദിരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ, യഹോവയുടെ മന്ദിരത്തിൽ ഒരു കാലശക്തി വാഴുന്നുണ്ടെങ്കിൽ, ഒരു രോഗശക്തി വാഴുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാതെ, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. ഓ റബ്ബന റഗത്തന റഗത്തന. അവനം യഹോവയുടെ മന്ദിരമാകുന്നു. സ്തുതികളിൽ വസിക്കുന്നവൻ ഇറങ്ങി വരുന്നു. സ്വർഗ്ഗസിംഹാസനത്തെ വിട്ട്, ഓ സ്തുതികളിൽ ആരാധിക്കുന്നവനെ, സ്തുതിക്കുന്നവനെ ഇറങ്ങി വരുന്നു. സർവശക്തനായവൻ വസിക്കുന്ന മന്ദിരം, റാഫയായിരിക്കുന്നവൻ സൗഖ്യമാക്കുന്നവൻ വസിക്കുന്ന മന്ദിരം, യെശയ്യായിരിക്കുന്ന സർവശക്തൻ വസിക്കുന്ന മന്ദിരം, ഹല്ലേലൂയ, നിശ്ചയായിരിക്കുന്ന ജയക്കൊടിയായിരിക്കുന്നവൻ വസിക്കുന്ന മന്ദിരം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ എഫേസ്യരെ സംബന്ധിച്ച് ഹല്ലേലൂയ നല്ലൊരു അഭിപ്രായം കർത്താവിനുണ്ട്. എഫേസ്യരുടെ സഭയ്ക്ക് ഹല്ലേലൂയ
പരിശുദ്ധാത്മാവ് ആലോചന എഴുതുമ്പോൾ അവരോട് നിക്കനോമിയുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നുള്ളൊരു കുറവ് മാത്രമേ എനിക്ക് നിന്നെ കുറിച്ച് പറയാനുള്ളൂ. നിന്റെ പ്രവൃത്തിയും നിന്റെ തീഷ്ണതയും ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ എഫെസോസിനെ കുറിച്ച് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ അവർ മറന്നുപോയ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയ്ക്ക് എഴുതുകയാണ്, നിന്റെ വിളിയാലുള്ള ആശ ഇന്നത്. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്തിനു വേണ്ടി, നമ്മെ വിളിച്ചിരിക്കുന്നതെന്തിനു വേണ്ടി, അത് നീ അറിയണം. ഹല്ലേലൂയ. മാത്രമല്ല വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. നമുക്ക് ദൈവത്തിൽ നിന്ന് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നാം തിരിച്ചറിയണം. മൂന്നാമതായി അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എത്ര സന്തോഷമുണ്ട്. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എങ്ങനെ ഉള്ളവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത് എഴുതിയിരിക്കുന്നത്. Praise the Lord. അവിശ്വാസത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കത്തില്ല. ഹല്ലേലൂയ. അലസരായിരിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തിയോടെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയേക്കാൾ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കാൾ അവന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം വലുതാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അത് വിടുതലായി പരിണമിക്കുക. Praise the Lord. Hallelujah. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയം അത് ഭൗതികമായിക്കൊള്ളട്ടെ, ആത്മികമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, അത് പാറ പോലെ ഉറച്ചു നിൽക്കുന്നതായിക്കൊള്ളട്ടെ, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമായിക്കൊള്ളട്ടെ. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരാളവറ്റ വലിപ്പമുണ്ട്. സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, സമഭൂമിയാക്കുന്ന, വിശ്വസിക്കാമോ? പൊടിച്ചു കളയുന്ന ഒരു അഭിഷേകം, സമഭൂമിയാക്കുന്ന ഒരു അഭിഷേകം, തകർത്ത് കളയുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാതെ. Yes, 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 yes. ആ വിനാശപ്പെടുത്തുന്ന അനുഭവം മാറിപ്പോകട്ടെ. ആ അലസതയുടെ ഉത്സാഹം മാറിപ്പോകട്ടെ. പ്രാർത്ഥനയിൽ എഴുതാത്ത ദുരാത്മാവ് മാറട്ടെ. വചനത്തിൽ നിന്നെ ആഴത്തിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ശക്തി വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവന്റെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അളവറ്റ വലിപ്പം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അവന്റെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. പൗലോസിനോട് കഥ പറയുക, ഈ ശക്തി നീ തിരിച്ചറിയണം. ഈ ശക്തി നീ തിരിച്ചറിയാൻ നിനക്ക് വിടുതൽ. Praise the Lord. ആനയുടെ വലിപ്പം ആനയ്ക്ക് തിരിച്ചറിയുമ്പോഴാണ് അതിന്റെ മതം പൊട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Praise the Lord. ശക്തി തിരിച്ചറിയുമ്പോൾ നാം പ്രതികരിക്കാൻ തുടങ്ങും. ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ട് ശിംശോൻ പറഞ്ഞത്, എത്ര വേണമെങ്കിലും കെട്ടിക്കോ, പുതിയ ഞാവണ കൊണ്ടോ പുതിയ കയറ് കൊണ്ടോ, എത്ര വേണമെങ്കിലും കെട്ടിക്കോ, എനിക്ക് ഈ ശക്തിയുടെ അളവ് അറിയണം. ഞാൻ കുതിക്കുമ്പോൾ, ഞാൻ പിടയുമ്പോൾ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ചണനൂൽ പോലെ ചിലതിനെ അടിച്ചു കളയുന്ന ഒരു ശക്തി എന്നിൽ വെളിപ്പെടുന്നത് അവൻ ഉറപ്പുണ്ടായിരുന്നു. Praise the Lord. അതുകൊണ്ട് ആ കെട്ടുകളുടെ മുമ്പിൽ അവൻ മൗനമായിരുന്നത് എന്തുവേണമെങ്കിലും ചെയ്തോ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഞാനൊന്ന് വിറച്ചാൽ, ഞാനൊന്ന് പ്രതികരിച്ചാൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ശക്തിയുണ്ട്. വേണ്ടി പോകാം. വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കുന്നു. Praise the Lord. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന, ദൈവം നമ്മളെ വേണ്ടി വ്യാപരിപ്പിക്കുന്ന ശക്തിയുടെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പല വിഷയങ്ങളുടെ മുമ്പിൽ നാം പരാജയപ്പെട്ടു പോകുന്നത്. ഒന്ന് വരുന്നതിലേക്ക് നമുക്ക് വരാം. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, കൊരിന്ത്യസഭയോടും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആത്മിക വരങ്ങളുണ്ട്. ഈ ആത്മിക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത്. 7-ാം വാക്യം എന്ന് പറഞ്ഞാൽ വായിച്ചോട്ടെ. എന്നാൽ ഓരോരുത്തരും
പ്രവർത്തിക്കുന്നത്, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇച്ഛിക്കുമ്പോൾ അവനത് വരം ഇച്ഛിക്കുമ്പോൾ വരങ്ങൾ പകർത്തു കൊടുക്കുന്ന പരിശുദ്ധാത്മാവാകുന്നു. ദൈവസഭയിൽ ഇത് വേണ്ടേ? നിങ്ങൾ പറ, ദൈവസഭയ്ക്ക് ഇതിനകത്ത് വേണോ? ഇത് അന്യഭാഷകളുടെ വ്യാഖ്യാനം വേണോ? അന്യഭാഷകളുടെ ഒഴുക്ക് വേണോ? പ്രവചന വരം വേണോ? രോഗശാന്തികളുടെ വരം വേണോ? അതുകൊണ്ട് കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സഭ കൂടി വരുമ്പോൾ നിങ്ങൾ ആത്മവരങ്ങളെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. ദൈവം വിടുവിക്കും, പ്രതികൂലങ്ങൾ ദൈവം സഹായിക്കും, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, ദൈവം വിഷയങ്ങളെ പരിഹരിക്കും. ഇത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ. നിങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ദൈവസഭയിൽ അത് വെളിപ്പെടുവാൻ നിങ്ങൾ വിശ്വാസവും പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ഒരാൾക്ക് പ്രവചന ദൈവം കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് രോഗശാന്തികളുടെ വരം ദൈവം കൊടുക്കുന്നു, അന്യഭാഷകളുടെ വ്യാഖ്യാന വരം കൊടുക്കുന്നു. ഇത് സഭയിൽ പൊതുപ്രയോജനത്തിനായി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരോടോ ദൈവത്തിന് സ്തുതിച്ചാൽ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ദൈവം പരിശുദ്ധാത്മാവ് പൊതുപ്രയോജനത്തിനായി നൽകുന്ന ഹല്ലേലൂയ ആത്മാവിന്റെ വരങ്ങളെ എനിക്ക് പ്രാപിക്കണമെന്ന് ഇന്ന് രാത്രി ഇതിനകത്തൊരു കൊതി നമ്മുടെ അകത്തുണ്ടാകണം. എനിക്കൊന്ന് പ്രവചിക്കാൻ കഴിയണം, എനിക്ക് ചിലരെ ഒന്ന് സൗഖ്യമാക്കാൻ കഴിയണം, എനിക്ക് എന്റെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരെയെങ്കിലും ഒന്ന് സൗഖ്യമാക്കാൻ കഴിയണം. അത് എന്റെ അകത്ത് വ്യാപരിക്കണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ പറയുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അളക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ആ ദൈവം ഇച്ഛിക്കുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ അതാത് വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് ദൈവം ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് പലതവണ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? 120 ശിഷ്യന്മാർ മാളികമുറിയിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആദ്യ അനുഭവത്തിൽ അവർക്ക് വെളിപ്പെട്ടത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളാണ്. അത് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. ഇത് ആദ്യ അനുഭവമാണ്. എന്നാൽ ഈ ആദ്യ അനുഭവം രണ്ടാമത് പ്രതിസന്ധി കൂടി വന്നപ്പോൾ, മഹാപുരോഹിതന്മാർ അവർക്ക് എഴുന്നേറ്റപ്പോൾ, ജനം അവർക്ക് വിരോധമായി തീർന്നപ്പോൾ ഇവർ രണ്ടാമത് വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ഹല്ലേലൂയ. രണ്ടാമത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എന്റെ ഒരു ചിന്ത, അവർ വിചാരിച്ചു കാണും അഗ്നിജാല പോലെ പിളർന്ന നാവുകൾ ഇപ്പോൾ പ്രത്യക്ഷമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ചിന്തിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് തന്നെ ഈ ആഴ്ച സംഭവിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് സംഭവിക്കാൻ നമ്മുടെ മനസ്സിൽ ആഗ്രഹമില്ല. പരിശുദ്ധാത്മാവ് ഒന്ന് പുതിയത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പോലെങ്കിൽ ആരാധിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, അവരുടെ അകത്ത് ചിന്ത ഉണ്ടായി കാണും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ 120 പേർ അന്നിരുന്നത് പോലെ, മർക്കോസിന്റെ മാളികമുറിയിൽ ഇരുന്ന പോലെ വീണ്ടും പ്രതിസന്ധികളുടെ നടുവിൽ, ഭീഷണികളുടെ നടുവിൽ, മഹാപുരോഹിതന്മാരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവർ ചിന്തിച്ചു, ഇപ്പോഴെന്ത് വെളിപ്പെടും? അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷമാകും. അത് വീണ്ടും ഞങ്ങളുടെ പതിയുമെന്നായിരിക്കാം അവർ ചിന്തിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് അഗ്നി പോലെ വെളിപ്പെട്ടില്ല. Praise the Lord.
Praise God, praise God, praise God. ഇതറിയത്തിൽ ഒരു ദൂത് വെളിപ്പെടുന്നത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ എന്ന് മാറിയിട്ട് മറ്റൊരു പട്ടണത്തിൽ ജോലി ആഗ്രഹിക്കുന്നവരെ ഞാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ലെന്ന്. ഓ, സകല Yes. പുതിയ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. പുതിയ ആരാധന നിന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. പുതിയ പട്ടണങ്ങൾ നിന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. നിന്റെ തലമുറകൾ പുതിയ പട്ടണങ്ങളിലേക്ക് പോകണമെന്ന്. ഉള്ളവരാ, ഉള്ളവരാ, ഹല്ലേലൂയ, സ്നേഹമാകുമല്ലോ. ഹല്ലേലൂയ, സമയം പോയി. Praise the Lord. ഹല്ലേലൂയ. അവർ ചിന്തിച്ചില്ല ശിലാസനം നമുക്ക് ആരാധിക്കാം. പ്രതികൂലങ്ങൾ നമ്മൾ അടങ്ങിയിരുന്നിട്ടില്ല. അവർ ആരാധിച്ചു തുടങ്ങി. ആപത്തിലിട്ട കാലളകെന്ന് കണ്ടപ്പോൾ അവർ അതിശയിച്ചു. പൂട്ടിയിട്ടിരിക്കുന്നത് ഓ, ദൈവാത്മാവ് എന്നോട് ദൂത് പറയുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇളകുന്നത് കാണുമ്പോൾ നിന്റെ അകത്ത് ആരാധന വെളിപ്പെടുന്നു. പുതിയ അറിയുന്നവരെ വേഗത്തിൽ മുക്കിക്കളഞ്ഞപ്പോൾ വടിയോടുകൂടെ മോശ കൈനീട്ടിയപ്പോൾ ഇസ്രായേൽ ജനത്തെ അതിശയിപ്പിക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് പിന്നിൽ നിന്ന് പാഞ്ഞു വന്നു. ഹല്ലേലൂയ, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു. ഉണങ്ങിയ നിലം വെളിപ്പെട്ടു. രണ്ട് ഭാഗത്തായി വെള്ളച്ചിറ പോലെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഇതിന്റെ നടുവിൽ കൂടെ ഉണങ്ങിയ നിലത്തൂടെ ഹല്ലേലൂയ ഇസ്രായേൽ നടന്നു വരിക. എന്നെ ചിന്തിപ്പിച്ച കാര്യം പരിശുദ്ധാത്മാവ് ഈ രാത്രി എന്നോട് പറയുന്ന ദൂതിനാണ്. ഹല്ലേലൂയ, മിര്യാമിന്റെ കയ്യിൽ തപ്പുണ്ട്. അവൾ എടുത്ത് ആരാധിച്ചില്ല. ചെങ്കടൽ പിളർന്നത് കണ്ടപ്പോൾ മിര്യാം തപ്പെടുത്ത് ആരാധിച്ചില്ല. ഉണങ്ങിയ നിലത്തൂടെ ഈ ഉണങ്ങിയ നിലം എങ്ങനെ വെളിപ്പെട്ടത് ചിന്തിച്ച് അവൻ തപ്പെടുത്ത് ആരാധിച്ചില്ല. ഹല്ലേലൂയ, രണ്ട് സൈഡിലായി ചിറ പോലെ നിൽക്കുന്ന ഹല്ലേലൂയ മീനുകൾ പോകുന്നത് കണ്ടുകൊണ്ട് അവൾ ആരാധിച്ചില്ല. ഹല്ലേലൂയ, എന്നാൽ അക്കരെ ചെന്നപ്പോൾ അവൾ തിരികെ ഒന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. തന്റെ പിന്നെ പുറപ്പെടുന്ന ഫറവോന്റെ സൈന്യത്തെ കുതിരയുടെ മേൽ ഇരുന്നവരെ ഹല്ലേലൂയ ഫറവോനെ മുക്കിക്കളയുന്ന ഒരു കാഴ്ച. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാമോ? ഈ ദിവസങ്ങളിൽ അസാധാരണമായ കാഴ്ച കണ്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുക. നോർമലല്ല നീ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാഴ്ചകളല്ല. അസാധാരണമായ ദൈവപ്രവൃത്തികൾ കണ്ട് നീ ദൈവത്തെ ആരാധിക്കാൻ പോകുക. സങ്കടങ്ങൾ